الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ ഏതാനും ചില വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയുണ്ടായി. കുശലാന്വേഷണങ്ങൾക്കിടയിൽ മകന്റെയും മകളുടെയും ഒക്കെ കല്യാണം നിശ്ചയിച്ചത്, കല്യാണം നടന്നത്, നിക്കാഹ് നടന്നതൊക്കെ ചർച്ച ചെയ്തു. ചിലരോട് എന്താ ഇത്ര പെട്ടെന്ന് നിക്കാഹ് കഴിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ മുഹറം 10 വരുന്നതിന്റെ മുമ്പ് വേഗം തീർത്തതാണ് എന്ന് മറുപടി. മറ്റു ചിലര് എന്താണ് വൈകിച്ചത് എന്ന് ചോദിക്കുമ്പോ മുഹറം 10 കഴിയട്ടെ എന്ന് കരുതി എന്ന് മറുപടി. നമ്മുടെ നാട്ടില് ചുറ്റുഭാഗത്ത് ഒന്ന് കേട്ടതാണ്. നിങ്ങളും ചിലപ്പോ സമാനമായിട്ടുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതെന്താണ് മുഹറം 10 ചോദിച്ചാല്, മുഹറം പൊതുവെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു മാസമാണ്. അത് 10 വരെ നഹ്സാണ് എന്നാണ്, ഒരശുഭമാണ്. അപ്പൊ മുഹറം 10 വരെ ഒന്നും പറ്റില്ല എന്നുള്ളതാണ്. കല്യാണം, നല്ല കാര്യങ്ങള് ഒന്നും പാടില്ല എന്നൊരു വിശ്വാസം നമ്മുടെ മനുഷ്യർക്കിടയിൽ, ഇന്നും വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നത് അത്ഭുതമാണ്. മുഹറത്തിന്റെ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ പെടുത്തു പോയിട്ടുണ്ട് എന്നാണ്. അതിന്റെ ശേഷമാണ് പലരും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ. ഓഡിറ്റോറിയം ഫ്രീ ആണ്, കല്യാണമൊക്കെ ഫ്രീ ആണ്. പല പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓഡിറ്റോറിയത്തിൽ. ആലോചിച്ചു, കാലഘട്ടം വളരെ പുരോഗതിയിലാണ് നമ്മൾ ഇന്നുള്ളത്. നമ്മുടെ വീടുകൾക്ക് മാറ്റം വന്നു, ആഹാര രീതികൾക്ക് മാറ്റം വന്നു, വാഹനങ്ങൾക്ക് മാറ്റം വന്നു. വലിയ പുരോഗതിയിലാണ്. സോഷ്യൽ മീഡിയ രംഗത്ത് ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിച്ചവരാണ് നമ്മൾ. എല്ലാ നിലക്കും വാർത്താ മാധ്യമങ്ങളും സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ AI-യുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഇപ്പോ കോളേജുകളിലും സ്കൂളുകളിലും, പ്രത്യേകിച്ച് MBBS ഒക്കെ, മെഡിസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ വിർച്വൽ റിയാലിറ്റിയുടെ കാലഘട്ടത്തിലാണ്.
വിർച്വലാണ്. അൽ മൗഖിഉൽ അല്ലെങ്കിൽ അൽ വാഖിഉ അൽ ഇഫ്തിറാദി എന്നാണ് അറബിയിൽ അതിന് പറയുക. വിർച്വൽ റിയാലിറ്റിയാണ്. ഒരു കണ്ണട 25,000 റുപ്യ 30,000 റുപ്യ വിലയുള്ളൂ. ആ ഒരു കണ്ണട വെച്ചാൽ അതിൽ പ്രോഗ്രാം ചെയ്താൽ അനാട്ടമി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് കുട്ടികൾക്ക് ഒരു കണ്ണട വെച്ചു കൊടുത്താൽ തലച്ചോറിന്റെ പ്രവർത്തനം, അതുപോലെ തന്നെ ആമാശയത്തിന്റെ പ്രവർത്തനങ്ങൾ, ശ്വാസകോശം ഒക്കെ നേർക്ക് നേരെ ഇങ്ങനെ കണ്ട് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം വരെ മനുഷ്യർ ഉയർന്നിട്ടുണ്ട്. എന്നിട്ടും അന്ധവിശ്വാസത്തിൽ നിന്നും ഇത്തരം ചില ലക്ഷണങ്ങളിൽ നിന്നും ഇത്ര ഉയർന്ന മനുഷ്യന്മാര് പോലും മുക്തരല്ല എന്നതാണ് സത്യം. ചില ജന്തുക്കളെ ആൾക്കാർക്ക് കണ്ടുകൂടാ. കറുത്ത പൂച്ച. തമിഴന്മാര് ലോറിയേറ്റ് വരുമ്പോ, വലിയ പാണ്ടി ലോറിയേറ്റ് വരുമ്പോ പൂച്ച മുന്നിൽ ചാടിയാൽ കറുത്ത പൂച്ചയാണെങ്കിൽ പിന്നെ നിർത്തിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് എന്തൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടി പിന്നെ എടുക്കുള്ളൂ. ഒരു വിശ്വാസമാണ്. കുട്ടിസ്രാങ്ക് ഒരു ജീവിയാണ്, ഒരു സാധു ജീവി. അള്ളാന്റെ ദുനിയാവിൽ ഇത്ര സാധു ഉണ്ടാവില്ല. അതിനെ ചില മനുഷ്യന്മാർക്ക് പേടിയാണ്. പക്ഷികളുടെ കൂട്ടത്തിലുണ്ട് കുറ്റിച്ചൂലാൻ, ഒരു സാധനം, ചെറിയ പക്ഷിയാണ്. അത് ഇണയെ ആകർഷിക്കാൻ വേണ്ടി പ്രത്യേക ശബ്ദമുണ്ടാക്കും. അത് ഇണ ചേരുന്ന കാലഘട്ടത്തിൽ അതൊരു അശുഭ ലക്ഷണമാണത്രേ. അതിന്റെ കൂവല് കേട്ട ആരെങ്കിലും മരിക്കും എന്നൊരു തോന്നല, പേടിയാണ്. ആകെ മനുഷ്യൻ ബേജാറാവും. നക്ഷത്ര ആമ വലിയ വിലയുള്ള സാധനമാണ്. ഇതിനെ വിദേശത്തേക്ക് വരെ കടത്തുന്നുണ്ട്. അവിടുത്തെ ഖുറാഫാത്തും കൂടി ശരിയാക്കാൻ വേണ്ടി. നക്ഷത്ര ആമയെ കണ്ടിട്ടുണ്ടാവും, എയർപോർട്ടിൽ നിന്ന് പിടിച്ച് പത്രത്തിൽ. ഇരുതല മൂരി എന്നൊരു സാധു പാമ്പുണ്ട്, വിഷപ്പാമ്പല്ല. രണ്ട് തലയും ഒരേപോലെ ഉണ്ടാവുന്നുള്ളൂ. ഒരു അണലി വർഗത്തിൽപ്പെട്ട ഒരു പിന്നെ വിഷല്ലാത്ത, അണില് ശക്തമായ വിഷമുള്ളതാണ്, വിഷല്ലാത്തൊരു പാമ്പ്. ചില സ്ഥലങ്ങളിൽ കുട്ടികൾ പോക്കറ്റിലിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണ്. അതിനെ പേടിയാണ്. അല്ലെങ്കിൽ ബർക്കത്ത, അതിനെ വീട്ടിലുണ്ടായാൽ ഒരു ബർക്കത്തായിട്ട് കൊണ്ടെടുക്കണ ആളുകൾ. ചില വസ്തുക്കൾ, മാസം, അത് ചെരിഞ്ഞു കാണാൻ പാടില്ല. പ്രത്യേകം ഒന്നുമില്ല. മാസം അങ്ങനെ തന്നെ ഉണ്ടാകുക. ഒന്നുകിൽ ഒരു ഭാഗം ചെരിവായിരിക്കും, ഒരു ഭാഗം മേലക്ക്, ഒരു ഭാഗം താഴേക്ക്. പക്ഷെ അങ്ങനെ കണ്ട പ്രശ്നമാണ്. അത് മറഞ്ഞു കണ്ട പ്രശ്നമാണ്. പഴയ കാലത്തുള്ള തള്ളാരൊക്കെ മാസം കാണാൻ വരുന്നത് കാണേണ്ട ഒരു കാഴ്ചയാണ്. കണ്ണൊട്ടന്മാര് വരുന്നത് പോലെ ഇപ്പൊ തെളിഞ്ഞ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കണ്ണെടുക്കുള്ളൂ. ഇപ്പോഴും ആ വിശ്വാസമുള്ളവരുണ്ട്. പ്രത്യേകം ഒന്നുമില്ല. മറിഞ്ഞിട്ടുണ്ടെങ്കിലും മറിഞ്ഞത് കാണൂലെന്നേ ഉള്ളൂ. പക്ഷെ അവർക്കത് അറിയില്ല. അങ്ങനെ ഒരുപാട് ചൂല്, കുറ്റിച്ചൂല്, അള്ളാന്റെ ദുനിയാവിൽ കണ്ട ഒരുപാട് സാധനങ്ങൾ. ചില ദിവസങ്ങൾ ആലോചിച്ച് നോക്കൂ. ചൊവ്വാഴ്ച ഓഡിറ്റോറിയങ്ങൾക്ക് ഒഴിവുണ്ടാവും മിക്കവാറും. അന്ന് കല്യാണം നടത്തൂല. ഒടുക്കത്തെ ബുധൻ, നഹ്സൻ, ഇതിന്റെ ഹോൾസെയിൽ സാധനമാണ് പഞ്ചാംഗം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുസ്ലിങ്ങളിലൊക്കെ വീട്ടിൽ നിർബന്ധമായി ആചരിച്ചു പോരുന്ന ഒരു സാധനമുണ്ട്, പഞ്ചാംഗം. അതിൽ പ്രത്യേക ഒരു അധ്യായം തന്നെ ഉണ്ടാവും, നഹ്സുകൾ എന്ന് പറഞ്ഞിട്ട്. ഒരു പേപ്പറാണ്, ഒറ്റ പേപ്പറാണ്, നഹ്സുകൾ. റമദാനും നഹ്സാണ്. 25-ാവിന്റെ അന്ന് വരെ നഹ്സാണ്. അതിൽ നഹ്സില്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. രണ്ടാം പെരുന്നാൾക്ക് നഹ്സ് ഒക്കെ കാണാം. ആലോചിക്കും മനുഷ്യരെവിടെ എത്തി എന്നുള്ളതാണ്. അതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ ഇത് ജാഹിലിയ്യത്താണ്, തനിച്ച അന്ധവിശ്വാസമാണ്. നമ്പർ 13 ഇന്റർനാഷണൽ അശുഭം നോക്കണ നമ്പറാണ് നമ്പർ 13 എന്ന് പറയുന്നത്. അമേരിക്കയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്നും എയർലൈൻസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 13-ാം നമ്പർ സീറ്റില്ലാത്ത എയർലൈൻസ് ഉണ്ട്. ഇന്ത്യയിലില്ലാന്ന് എനിക്ക് തോന്നുന്നത്. 13-ാം നമ്പർ ഇല്ല, അങ്ങനത്തെ ഒരു സീറ്റില്ല.
ഓരോന്ന് തുടങ്ങി വെക്കുക. ഇപ്പൊ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു എയർ ഇന്ത്യ വിമാനാപകടത്തിൽ. 11A സീറ്റ് നമ്പറുകാരനാണ്. അപ്പൊ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് 11A എന്നുള്ളത് ഒരു ഭാഗ്യ നമ്പറായിട്ട് കണക്കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകണം. ഇങ്ങനെ ഇത് ഉണ്ടാകുക. 13ാം നമ്പർ സീറ്റില്ല. കേരള നിയമസഭയിൽ 13ാം നമ്പർ കാറ് ആർക്കും വേണ്ടായിരുന്ന ഒരു കാലത്ത്. നമ്മുടെ കൗമയിലില്ലാഞ്ഞിട്ടല്ല. അവസാനം MA ബേബിയോ ആരോ മിനിസ്റ്റർ ആയിരിക്കുമ്പോ ചോദിച്ചു വാങ്ങിയതാ, ഞാനൊന്ന് പോയോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാലോ. എന്നാലും നമുക്ക് തോന്നിയിട്ടില്ല. പേടിയാണ്. 13ാം നമ്പർ കാറ്. ഇപ്പൊ നമ്മുടെ കൃഷിമന്ത്രി പ്രസാദ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് 13ാം നമ്പർ കാറ്. തമിഴ്നാട് വലിയ വിവാദം നടന്നു. ഒരു ഫ്ലാറ്റ് 13ാം നമ്പർ എന്തോ പ്രശ്നമായി. ചില ഫ്ലാറ്റുകളിൽ 13ാം നമ്പർ ഇല്ല. യേശു കൊല്ലപ്പെടുമ്പോ മുഷാവറ നടത്തിയത് 13 ആളായിരുന്നു എന്നാണ് അതിന്റെ പിന്നിലുള്ള അന്ധവിശ്വാസം. യേശുവിനെ കൊന്നപ്പോ 13 ആളുണ്ടായിരുന്നു കൂടിയാലോചന മുഷാവറ സംഘമായിട്ട്. അതുകൊണ്ടാ 13 അസാൻ. അതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്നും ഒരു വിഭാഗം 13ാം നമ്പറിനെ ബർക്കത്തുള്ള നമ്പറായി കാണുന്നു എന്നതാണ് ഏറ്റവും വലിയ തമാശ. അത് ബർക്കത്താന്നാ പറഞ്ഞത് 13ാം നമ്പർ. അങ്ങനെ കുറെ ആൾക്കാർ കൊണ്ടെടുക്കണം. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സ്വഭാവം പഠിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെവിടേക്കെങ്കിലും പോകുമ്പോ ഇതിനെ അറബിയിൽ മൊത്തത്തിൽ പറയുന്ന പേരാണ് ത്വാഇറത്ത് എന്നതിന്റെ പേര്. ത്വാഇർ എന്നാണ്. ത്വാഇർ എന്ന് പറഞ്ഞാൽ പക്ഷി. അത്രയുള്ളൂ. അവരെവിടേക്കെങ്കിലും യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ ഒരു പക്ഷി ഇരിക്കുന്ന മരം പോയിട്ട് കുലുക്കും. മരം പോയിട്ട് കുലുക്കും. ഈ പക്ഷി വലത്തോട്ട് പാറിയാൽ അതിന്റെ മുകളിൽ പക്ഷി ഇരിക്കുന്നുണ്ടാവും. അത് ശല്യം കൊണ്ട് പാറുകയാണ്. അത് വലത്തോട്ട് പാറിയാൽ അതിന് ബാരിഹ് എന്ന് പറയും. അതിന്റെ പേര് അറബിയിൽ അങ്ങനെയാണ്, ബാരിഹ്. ഇതിന്റെ പേരാണ്. ഇന്നത്തെ കാര്യം ശുഭം. ഇന്ന് നമുക്ക് എല്ലാം ചെയ്യാം. ഉഷാറാണ്. ഇന്നത്തെ ദിവസം ഫ്രഷ്. അപ്പുറത്ത് തിരിച്ച് ഇടത്ത് ഭാഗത്തേക്ക് അത് പാറിയാൽ മസാഹ് എന്നാണ് അതിനെ ഒരു ടെക്നോളജി ഇസ്തിലാഹിയായിട്ട് സാങ്കേതികമായിട്ട് വിളിക്കുന്നത്. ഇടത്തോട്ട് പാറിയാൽ അന്നത്തെ ദിവസം ഫുള്ള് പോക്കാണ്. ഇതിൽ നിന്നാണ് ഈ ത്വായിർ ഉണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചെയ്യാൻ പാടില്ല. അത്വായിറത്തു ശിർക്കുൻ. ത്വായിറത്ത് ശിർക്കാണ്. ശിർക്കാൻ ബഹുദൈവാരാധനയുടെ ഒരു ഭാഗമാണ്. അത്തതയ്യുറു ശിർക്കുൻ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷി ലക്ഷണം നോക്കുക എന്നത് ശിർക്കാണ് എന്നാണ്. കാരണം അത് ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു സ്വഭാവമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷണം നോക്കാൻ നിന്നാൽ അവൻ അല്ലാഹുവിൽ തവക്കുലില്ല എന്നതാണ്. മാത്രമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ലത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ എന്നാണ്. ഇപ്പോഴത്തെ സൈക്കോളജിസ്റ്റുകാരൊക്കെ പാടെ വന്നുണ്ടാക്കിയതല്ല പോസിറ്റീവ് തിങ്കിങ്. എല്ലാ സൈക്കോളജിക്കാരും പറഞ്ഞതാ പോസിറ്റീവ് തിങ്കിങ്. ചില ആളുകൾ നെഗറ്റീവ് മാത്രമേ കാണുള്ളൂ. നല്ലത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അതിൽ എന്താണോ മോശം എങ്കിൽ ആ മോശമായത് മാത്രം തെരഞ്ഞെടുത്ത് അത് മാത്രം ക്ലിപ്പാക്കി അങ്ങനെ പ്രചരിപ്പിക്കും. അത് ചില ആളുകളുടെ ഒരു മാനസിക രോഗമാണ്. പ്രത്യേക ചികിത്സയൊന്നുമില്ല, മരുന്ന് കൊടുത്ത് മാറ്റണം. നിങ്ങൾ ആലോചിച്ച് പോസിറ്റീവ് തിങ്കിങ്. അല്ലാഹു റസൂലുള്ളാഹി പറഞ്ഞത് ലാ അദ്വ വലാ തീറത. ഒരു പകർച്ചവ്യാധിയുമില്ല. പകർച്ചവ്യാധി ആ അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് രോഗം വരുമ്പോൾ അത് ആദ്യം വന്നത് എങ്ങനെയെന്നുള്ള രൂപത്തിലാണ്, വേറെ വിഷയം. വലാ തീറത്ത, ഒരു പക്ഷിയുമില്ല. മൊത്തത്തിൽ നഹ്സിനാണ് പക്ഷി എന്ന് പറയുന്നത്. യുഅ്ജിബുനി അൽ ഫാൽ. ഈ ഫാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എനിക്കതാണ് യുഅ്ജിബുനി, എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. സഹാബികൾ ചോദിച്ചു വമൽ ഫാലു യാ റസൂലല്ലാഹ്, എന്താണ് ഈ ഫാല്? അൽ കലിമത്തു ത്വയ്യിബ, നല്ല വർത്തമാനം, നല്ല ശുഭാപ്തി വിശ്വാസത്തിന്റെ, നല്ല പോസിറ്റീവായിട്ടുള്ള ആലോചനയുടെ വർത്തമാനത്തിനാണ് ഫാൽ എന്ന് പറയുന്നത്. അതിന് അറബിയിൽ അത്തഫാഉൽ എന്നാണ് പറയുന്നത്. തഫാഉൽ, നല്ലത് മാത്രം വിചാരിക്കുക. കുൻ മുതഫാഇല, സൈക്കോളജിയുടെ ഒന്നാമത്തെ കാര്യം കുൻ മുതഫാഇല,
നീ നല്ലത് വിശ്വസിക്കുന്ന ആളായിരിക്കണം. അശുഭം വരാൻ പാടില്ല. പോസിറ്റീവ് തിങ്കിങ്. നെഗറ്റീവായി വിചാരിച്ചാലോ അത് സൂഅ്വന്നുബില്ല, അള്ളാഹുവിനോടുള്ള മോശമായ വിചാരമാണ് എന്നാണ്. ഒരു കാരണവശാലും അള്ളാഹു എന്നെ കഷ്ടപ്പെടുത്തുന്നു, എന്നെ പ്രയാസപ്പെടുത്തുന്നു, എന്റെ കാര്യങ്ങൾ അള്ളാഹു നോക്കണില്ല, ഞാനിന്ന് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞോ ഒരു കാരണവശാലും ഓനൊരു പോസിറ്റീവ് ഉണ്ടാവില്ല, പുരോഗതി ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചു എടുത്തു ഒരു ചോദിച്ചു. ഈ തണ്ടാ നടക്കുന്നേ ചെയ്യും. ഓൻ അതിനെ കഴിയുള്ളൂ. ഇല്ലായി പറഞ്ഞോൻ ഇല്ലായി തന്നെ ആയിരിക്കും ഏത് കാലത്ത് ഉണ്ടാവൂല. അത് സൂഅ്വന്നുബില്ല. അള്ളാഹ് മഹാനാണ്, ചോദിക്കണ കൊടുക്കാൻ കഴിവുള്ളവനാണ്. അള്ളാഹിനോട് വലിയ കാര്യങ്ങൾ ചോദിക്കണം. ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ ചോദിക്കാൻ പോലും പാടില്ല അള്ളാഹിനോട്. നിങ്ങൾ സ്വർഗം ചോദിക്കരുത്, ഫിർദൗസ് ചോദിക്കണം എന്ന്. അള്ളാഹിനോട് സ്വർഗം അത്ര ചുരുങ്ങരുത് നമ്മുടെ മനസ്സ്. അള്ളാഹിന്റെ അടുത്തുണ്ട്. ചോദിക്കുമ്പോ ഒരു സൈക്കിൾ വേണമെന്നോ ബൈക്ക് വേണമെന്നോ അല്ല ചോദിക്കേണ്ടത്, അതിലും വലിയത് തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഏറ്റവും വലിയ ചോദിക്കണം, ഏറ്റവും നല്ലത് ചോദിക്കണം. ഖുൽ മൻ ഹറമ സീനത്തുല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി, അള്ളാന്റെ അടിമകൾക്ക് അള്ള കൊടുക്കുന്നത് എന്തിന് നിങ്ങൾ നിഷിദ്ധമാക്കണം. വത്വയ്യിബാതി മിനർ റിസ്ഖ്, നല്ല ഭക്ഷണം. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയാ, അത് ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഒരു നല്ല കാറ് വിശ്വാസി വാങ്ങേണ്ടതാണ്, നല്ല വീട് വിശ്വാസി കയറ്റേണ്ടതാണ്. അഹങ്കാരവും കാര്യമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളു. നല്ല ഭക്ഷണം, ഓൻ എന്നും ഈ മത്തി വാങ്ങിക്കഴിഞ്ഞു കൂടണ്ടോന്നല്ല. അതിന്റെ അപ്പുറത്ത് വേറെ നല്ല മീനൊക്കെ ഉണ്ടോ, മത്തിക്ക് ഇപ്പൊ വില കൂടിക്കണ്ടോ, വേറെ കാര്യം. ഓൻ എന്നും ഉദ്ദേശിച്ച് കൂടണ്ടവനല്ല, 10 രൂപയുടെ മത്തിയേറ്റ് കൂടണ്ടോന്നല്ല. നല്ല മീൻ വാങ്ങണം, നല്ല മാംസം വാങ്ങണം, നല്ലത് കഴിക്കണം. ഡോക്ടർ പറയോളം കഴിക്കുക, അതിന് വിരോധമല്ല. പറഞ്ഞാ പിന്നെ നോക്കുക. പിന്നെ മരിക്കുന്നതിന്റെ മുമ്പേ ഡോക്ടർ പറയുള്ളൂ എല്ലാം കൊടുത്തോളി, അതുവരെ പിന്നെ ഒന്നും കൊടുക്കാൻ അയക്കൂല. എന്നാലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതിന്റെ ആള് മുഅ്മിനായിരിക്കണം. പരലോകത്തും അതാ പ്രതീക്ഷിക്കുന്നത്, ഖാലിസത്തുൻ യൗമൽ ഖിയാമ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വർഗം അല്ല ചോദിക്കേണ്ടത് അല്ലാഹുവിനോട്. സ്വർഗത്തിലെ ഏറ്റവും അഅ്ലാ ദറജ, ഏറ്റവും ഉയർന്ന ദറജ, ഏറ്റവും ഉയർന്ന പടി, അത് ഫിർദൗസ് എന്ന് പറയപ്പെടുന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനമാണ്. അത് ചോദിക്കണം. കുട്ടികൾ പരീക്ഷ എഴുതിയാൽ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും ടോപ്പ് മാർക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും ടോപ്പ് മാർക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെയെങ്കിലും ജയിക്കലല്ല നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൽ നല്ലത് വിചാരിക്കണം. അതൊരു വിശ്വാസിയാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ദഈഫ്. മുഅ്മിനീങ്ങൾ 2 ഐറ്റം അല്ലാഹു റസൂൽ പറയും. ഒന്ന് നല്ല ധൈര്യമുള്ള ശക്തനായ ഈമാനുള്ള ആള്, ശക്തനായ മുഅ്മിൻ. ഖൈറുൻ, അവനാണ് ഉത്തമം. മിനൽ മുഅ്മിനിൽ ദഈഫ്, ദുർബലനായ മുഅ്മിനീങ്ങളെക്കാൾ. നമ്മളൊക്കെ പലപ്പോഴും ദുർബലരായ മുഅ്മിനീങ്ങളിലാണ് പെടുന്നത്. ഈമാനൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊരു പേടി. ദുർബലരായ മുഅ്മിനീങ്ങളാണ് നമ്മളൊക്കെ പലപ്പോഴും ആയി മാറുന്നത്. അതുകൊണ്ട് യഹ്രിസ് അലാ മാ യൻഫഉക, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഒരു കാര്യം ചെയ്യുമ്പോൾ ചിന്തിക്കുക, ഇത് എനിക്ക് ഉപകാരമുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ. ഇല്ല, എനിക്കല്ല വേറെ ആർക്കെങ്കിലും ഉപകാരമുണ്ടോ, നാട്ടുകാർക്ക് ഉപകാരമുണ്ടോ, സമൂഹത്തിന് ഉപകാരമുണ്ടോ? ഉപകാരമുള്ള കാര്യങ്ങളിൽ മാത്രം മുഴുകുക. വസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. ഇസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. നിനക്ക് വലാ തഅജിസ്, നീ ഒരിക്കലും അശക്തത പ്രകടിപ്പിക്കരുത്. ഒരു മുഅ്മിനിന്റെ നിഘണ്ടുവിൽ ഉണ്ടാകാൻ പാടില്ല വയ്യ എന്നുള്ളൊരു വാക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നാ പിന്നെ അവന് വയ്ക്കൂല. ഇല്ല എന്നുള്ളൊരു വാക്ക് പഴയ അമ്മമാരൊക്കെ പറയും. ഇല്ല എന്നും പറയാൻ പാടില്ല, വയ്യ എന്നും പറയാൻ പാടില്ല. ഇല്ല പറഞ്ഞുകൊണ്ട് കിടന്നാൽ പിന്നെ ഇല്ലായ്മയായിരിക്കും. ജീവിതത്തിലെ മുഴുവൻ ഇല്ലായ്മയായിരിക്കും. ഓൻ ഉണ്ടാവൂല. ചുറ്റുഭാഗത്തുള്ള പലരും നിങ്ങൾ നിരീക്ഷിക്കും. ഇല്ലായ്മ പറഞ്ഞു കൊടുക്കണം, ഓൻ എന്നും അങ്ങനെ തന്നെ. വയ്യാന്ന് പറഞ്ഞോനെ എന്നും വയ്യായി തന്നെ ആവും. വയ്യാച്ചിട്ട് അവിടെ ഇരുന്നാൽ പിന്നെ ഒന്നും നമുക്ക് കഴിയില്ല. വയ്യാന്ന് പറയരുത്, ഇല്ലാന്ന് പറയരുത്.
നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഫഇൻ അസാബക ശൈഉൻ, അങ്ങനെ ഇരിക്കുമ്പോ നിനക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ഫഖുൽ മാഷാ അല്ലാഹു വഖദ്ദർ, അത് അല്ലാഹുവിന്റെ മശീഅത്ത് കൊണ്ട് അല്ലാഹ് കണക്കാക്കിയത് എനിക്ക് സംഭവിച്ചു എന്ന് മാത്രം പറയണം. വലാ തഖുൽ ലൗ, നീ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറയരുത്. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, നീ ലൗ പറയാൻ തുടങ്ങിയാൽ അത് പൈശാചികമായ പണി എളുപ്പമാക്കി തരുന്നതാണ്. പിശാചിന് എളുപ്പ. അങ്ങനെ പോയി എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു, പറയേണ്ടത് എന്താ? മാഷാ അല്ലാഹു വഖദ്ദർ, അത് അല്ലാഹ് കണക്കാക്കിയത് സംഭവിച്ചു. ഓ, ഞാനേ അപ്പൊ തന്നെ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയാൽ മതിയായിരുന്നു, ഞാൻ അങ്ങോട്ട് വരണ്ടിയിരുന്നില്ല. അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുന്നത്. നമ്മളൊക്കെ പലപ്പോഴും പല തെറ്റുകളും അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരാണ്. പരീക്ഷയിൽ തോറ്റ കുട്ടി അധ്യാപകനെ ചീത്ത, കുട്ടി തോറ്റു എന്ന് രക്ഷിതാവ് സമ്മതിക്കൂല, ആ കോളേജിനെ കുറ്റം പറയും. അത് വേണം, ഡിഫൻസ് മെക്കാനിസം എന്ന് അതിന് പറയാം. നമ്മുടെ മനസ്സ് തന്നെ നമ്മെ പ്രതിരോധിക്കാനുള്ള ചില സംവിധാനങ്ങൾ ചെയ്യുന്നു എന്നാണ് മനഃശാസ്ത്ര ഭാഷയിൽ പറയാം. അതില്ലെങ്കിൽ നമ്മളൊക്കെ ഭ്രാന്തന്മാരായി മാറും. അങ്ങനെയും സമാധാനിക്കാലോ പാടില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ എങ്ങനെയെന്ന് പറയാൻ പാടില്ല. കാരണം ജാഹിലിയത്തിൽ ആളുകൾ അങ്ങനെ നോക്കുന്ന ആളുകളാണ്. അന്താക്കിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഏത് അന്താക്കിയ എന്നറിയില്ല, കുറെ പേരുകൾ ചരിത്രം അറിയപ്പെടുന്നുണ്ട്, അല്ലാഹു അലം. 2-3 ആളെ പറഞ്ഞയച്ച, പ്രവാചകന്മാരെ പറഞ്ഞയച്ച കഥ സൂറത്ത് യാസീൻ അല്ലാഹു വ്യക്തമാക്കുന്നു. വളരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ വളരിബ് ലഹും മസലൻ അസ്ഹാബുൽ ഖറിയ, ഒരു ഗ്രാമം, ഇദ് ജാഅഹൽ മുർസലൂൻ, സൂറത്ത് യാസീൻ. അവർക്ക് മുർസലീങ്ങൾ വരിക, എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്നായിലേക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളെ മുർസലീങ്ങളാണ്. അപ്പോ 2 ആള് വന്നു, ഓലെ കൊന്നു. ഫഅസ്സസ്നാ ബിസാലിസിൻ, 3-മതൊരാള് വന്നു. അവരൊക്കെ പറഞ്ഞപ്പോ അവർ ഈ മുർസലീങ്ങളോട് പറഞ്ഞ ഒരു പ്രതികരണം പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും, ഞങ്ങള് നിങ്ങളെ വെച്ചിട്ടൊന്ന് പക്ഷിലക്ഷണം നോക്കി. ലഇൻ ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, നിങ്ങൾ ഇതിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാകും. അവർ പറഞ്ഞു ഖാലു തായിറുക്കും മഅക്കും, നിങ്ങളുടെ തായർ നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചത് അതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും, ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അഇൻ ദുക്കിർതും ബല്ലദും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ വല്ലാതെ അമിതമായി പ്രവർത്തിക്കുന്ന ആളുകളാ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്വഭാവമാണ്, മുൻകാല ആളുകളുടെ സ്വഭാവമാണ്. പ്രവാചകന്മാർ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. ഫൈദാ ജാഅത്ഹുമുൽ ഹസനതു ഖാലു ലനാ ഹാദിഹി, നല്ല ഒരു കാര്യം സംഭവിച്ചാൽ അവർ പറയും ലനാ ഹാദിഹി, ഇത് ഞങ്ങൾക്ക് അനുകൂലമാണ്, പോസിറ്റീവാണ്, ഉഷാറായി, ഞങ്ങൾ ഭയങ്കര കഴിവുള്ള ആളുകളാണ്, അതുകൊണ്ട് സംഭവിച്ചത് ഞങ്ങളുടെ കഴിവാണ്. എന്നാൽ വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, അവർക്ക് എന്തെങ്കിലും മോശമായ കാര്യം സംഭവിച്ചാൽ യത്തയ്യറൂ ബിമൂസാ വമൻ മഅഹു, മൂസാ നബിയെ കുറിച്ച് അവർ അശുഭ ലക്ഷണം പറയും. നമ്മുടെ നാട്ടിൽ ഇതുവരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ മൂസ വന്നിട്ട് പുതിയ കാര്യം തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെയൊക്കെ ഇന്നും അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ലക്ഷദ്വീപിൽ ഒരിക്കൽ പോയപ്പോ ഒരു കാക്കനെ കണ്ടു കടപ്പുറത്ത്. അപ്പൊ ലക്ഷദ്വീപേര് പറഞ്ഞത് ഇവിടെ മുജാഹിദീങ്ങൾ പണ്ടുണ്ടായിരുന്നില്ല, അപ്പൊ മുജാഹിദീങ്ങൾ വന്നപ്പോഴാണ്, അല്ല കാക്ക പണ്ടുണ്ടായിരുന്നില്ല, മുജാഹിദീകൾ ഉണ്ടായിരുന്നില്ല, അപ്പൊ മുജാഹിദീകൾ വന്നപ്പോഴാണ് ഇവിടെ കാക്ക വരാൻ തുടങ്ങിയത്. കടപ്പുറത്ത് കവരത്തിയിൽ ഓരോരോ തട്ടിവിടുകയാണ്, എന്തെങ്കിലും കാണുമ്പോ ഓരോന്ന് തട്ടിവിടുക, ആരെങ്കിലും വെച്ച് പറഞ്ഞ് സമാധാനമടയാം. അലാ ഇന്നമാ ത്വായിറുഹും ഇൻദല്ലാഹ് വലാകിൻ അക്സറഹും ലാ യഅലമൂൻ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ത്വായിർ, നിങ്ങളുടെ പക്ഷി അല്ലാഹുവിന്റെ അടുത്താണ്, ഖൈറും ശർറും അല്ലാഹുവിന്റെ അടുത്താണ്. പക്ഷെ വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ, അധിക ആളുകൾക്കും അത് തിരിച്ചറിയാൻ കഴിയില്ല. ഷർറും ഖൈറൊക്കെ നമുക്ക് സംഭവിക്കുന്നത് അല്ലാഹുവിന്റെ ഖലാ ഖദർ. മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് ഈമാൻ കാര്യത്തിൽ, വൽ ഖദരി ഖൈരിഹി വശർരിഹി പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ 6 പഠിച്ചെങ്കിലും 5 നടക്കണേ. 6 തേച്ചുള്ള വിശ്വാസികളെ കാണാൻ പ്രയാസം. 5 വരെ നമ്മൾ ഓക്കെയാണ്, കാരണം അതിന് വലിയ ചെലവില്ല, മല്ലിക്കെട്ടില്ല, മാനസിക പ്രയാസമില്ല. കാരണം അള്ളാഹു വിശ്വസിക്കാനും പ്രവാചകന്മാരെ വിശ്വസിക്കാനും പിന്നെ ഖിയാമത്ത് വരെ വിശ്വസിക്കാം, ഖൈറും വിശ്വസിക്കാം. പക്ഷേ ഷെറുണ്ടാകുന്നത് അള്ളാഹിന്റെ ഖദറാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോ എണ്ണയും തൈലൊക്കെ എടുത്ത് എവിടേക്കൊക്കെ പോക്ക് തുടങ്ങി, മന്ത്രവാദം തുടങ്ങി,
മോശമായ ലക്ഷണങ്ങൾ തുടങ്ങി, ആരെങ്കിലും കുറ്റം പറയാൻ തുടങ്ങി, ഒരു 5 വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും നടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ അത് മറ്റൊരാളെ പേരിടുക. സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ കഥ ഖുർആനിൽ പറയുന്നുണ്ട്. സാലിഹ് നബി ഖാലു തയ്യർനാ ബിക വബിമൻ മഅക്, നിന്നെ ഞങ്ങളൊന്ന് പക്ഷി ലക്ഷണം നോക്കിയിട്ടുണ്ട്, നിന്റെ കൂടെയുള്ളവരെ കുറിച്ച് ഞങ്ങളൊന്ന് ലക്ഷണം നോക്കിയിട്ടുണ്ട്. അവരും പറഞ്ഞു ഖാല ത്വായിറുക്കും ഇൻദല്ലാഹ് ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ, നിങ്ങളുടെ ത്വായിർ അല്ലാഹുവിന്റെ അടുത്താണ്, നിങ്ങൾ പരീക്ഷിക്കപ്പെടാൻ, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് നിങ്ങളുടെ ത്വായിർ എന്റെ അടുത്ത് വില പോകൂല എന്നാ പ്രവാചകൻ പറഞ്ഞത്. അതൊരു നിലപാടാണ്. എന്ത് അന്ധവിശ്വാസം വന്നാലും കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം എന്നതാണ്. ഈ നഹ്സിന്റെ വിഷയത്തിൽ 3 വിഭാഗം ആളുകളെ കാണാൻ സാധിക്കും. ഞാൻ കണ്ടതാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ കാണാം. ഒരു വിഭാഗം 100% ഇത് അംഗീകരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പഞ്ചാംഗം നോക്കിയിട്ട് അത് വാങ്ങിവെച്ച് അതൊരു ഫർളായ കാര്യം പോലെ ഒരു കാര്യവും ചെയ്യാതെ പാലിച്ചു പോകുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം വല്ല കാര്യം വല്ലാത്ത തമാശ, ഈ ഇക്കയില് വിശ്വാസമൊന്നുമില്ല എന്നാലും അങ്ങനെ ഒരു വിഭാഗമാണ്. എന്തേ ചൊവ്വാഴ്ച കല്യാണം വെക്കാഞ്ഞത്? ഒഴിവുണ്ട്, ഓഡിറ്റോറിയം ഒഴിവുണ്ട്, അന്ന് ചാർജും കുറവാണ്, പക്ഷെ എന്നാലും അല്ലെ മുഹറം 10 കഴിഞ്ഞോട്ടെ, വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ലട്ടാ, വിശ്വാസം ഉണ്ടായിട്ടല്ല. അതെന്ത് വിശ്വാസം? അത് മുഅ്മിനുൽ ലഈഫാണ്, വളരെ ദുർബലനാണ്. മൂന്നാമത്തെ വിഭാഗമുണ്ട്, അതാണ് നിലപാടുള്ള ആളുകൾ. എന്തെന്നെ സംഭവിച്ചാലും ശരി, നമ്മുടെ ഒഴിവും സൗകര്യമൊക്കെ നോക്കിയിട്ട് ആരോ പറയുന്നുണ്ട്, പഴയ കാലത്ത് മൊയ്ലിയന്മാർക്ക് ഒഴിവില്ലാത്തപ്പോഴാണ് ഈ നഹ്സ് ഉണ്ടാക്കി മറ്റോനെ പറഞ്ഞ് സ്വീപ്പാക്കല്. കാരണം അന്ന് കല്യാണത്തിന് എന്തെങ്കിലും ചോറ് തിന്നാൻ കിട്ടുള്ളൂ നേരങ്ങത്തില്. അപ്പൊ ഓരോരുത്തർ ചോറ് മുടക്കണ്ടാച്ചിട്ട് ഫോണും വാട്സപ്പും ഒന്നും ഇല്ലല്ലോ, ഇപ്പോഴത്തെ കാലത്ത് നടക്കൂല. അപ്പൊ ഒരാളൊരു കല്യാണമൊക്കെ ഫിക്സ് ചെയ്താൽ വേറെ ആൾ വരുമ്പോ പറയും മൊയ്ലിയർ അന്ന് നഹ്സാണ്, അന്ന് പറ്റൂല, ആ മൊയ്ലിയർക്ക് ഒഴിവുണ്ടാവില്ല. ഇങ്ങനെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. എന്നാലും ഇതേറ്റ് നടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, മൂന്നാമത്തെ വിഭാഗം 100% നഹ്സിനെതിരാണ്. അവരാണ് ഏറ്റവും ബെറ്റർ. ഹദീസിൽ കാണാം, സയദ്ഖുലു മിൻ ഉമ്മത്തി അൽ ജന്ന ബിലാ ഹിസാബ്, ഒരു വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളുണ്ട്. 70,000 എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ. ഒരു ഹിസാബ് ഇല്ലാതെ 70,000 ആളുകൾ സ്വർഗത്തിലേക്ക്. ആരാണ് അവര്? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവര് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. മന്ത്രവാദം, ആ ജാതി കാര്യങ്ങൾക്കൊന്നും അവർ പോകൂല. അനുവദിക്കപ്പെട്ട മന്ത്രങ്ങളുണ്ട്, അത് വേറെ. നമ്മോട് കടക്കാൻ പോകുമ്പോ അല്ലാഹു ഓതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മന്ത്രവാദങ്ങളും അതുപോലെയുള്ള പൈശാചികമായ കാര്യങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് MA MEd ഒക്കെ കഴിഞ്ഞ ആളുകളാണ് മന്ത്രവാദ കൊലപാതകൾ നമ്മുടെ നാട്ടിൽ നടത്തിയത്. വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടൊന്നുമല്ല. അതിനൊന്നും അവർ പോകൂല. ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടൂല. വലാ യതതയ്യറൂൻ, അവർ നഹ്സ് നോക്കൂല, പക്ഷി ലക്ഷണങ്ങൾ നോക്കൂല. വലാ യക്തഊൻ, അവര് പൊള്ളിക്കുന്ന ചികിത്സ ചെയ്യൂല. ഇസ്ത്രീപ്പെട്ടിയുണ്ട്, പൊള്ളിക്കൂല. ഇതിനെ മിക്കവാന്ന ഇസ്ത്രീപ്പെട്ടിക്ക് പറയാം. പൊള്ളിക്കുന്ന സാധനം, ചൂടാക്കുന്ന സാധനം, ചൂടുവെക്കൽ പഴയ കാലത്ത് ഒരു അന്ധവിശ്വാസ ചികിത്സയായിരുന്നു. അതിനും പോകൂല. പിന്നെ എന്താ അവർ ചെയ്യാ? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിൽ ഭരമേൽപ്പിക്കും. എല്ലാ കാര്യം റബ്ബിൽ ഭരമേൽപ്പിക്കും. മാ സാബക മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും. ഈ ലോകത്ത് എന്തൊരു മുസീബത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും, ഈ ലോകത്ത് എന്തൊരു മുസീബത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും, വലാ ഫി അൻഫുസികും, നിങ്ങൾക്ക് തന്നെയും ഒരു മുസീബത്ത് സംഭവിക്കുന്നുവെങ്കിൽ, ഇതാണ് മുഅ്മിൻ, അതാണ് ഈമാൻ. ഇല്ലാ ഫി കിതാബ്, അത് മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ, അതിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെയൊക്കെ ഓരോ കാര്യങ്ങള് കൃത്യമായി അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചു എന്നതാണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസം. അത് ഗർഭപാത്രത്തിലായിരിക്കുമ്പോ തന്നെ നമ്മളൊക്കെ പറ്റി എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയാം. നിങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കുക. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ.
ഖുൽ ല യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ വഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ നബിയെ പറയുക, ലൻ യുസീബനാ നമുക്ക് സംഭവിക്കില്ല ഇല്ലാ മാ കതബല്ലാഹു ലനാ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചതല്ലാതെ. അതാണ് ഈമാൻ, ആടിക്കളിച്ച ഈമാനല്ല. അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ നമുക്ക് സംഭവിക്കില്ല. വഹുവ മൗലാന, അവനാണ് എന്റെ നേതാവ്, യജമാനൻ. അതുകൊണ്ട് വഅലല്ലാഹ് ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിൽ മുഅ്മിനുകൾ ഭരമേൽപ്പിക്കട്ടെ. അതുകൊണ്ട് തവക്കുലാക്കുക, അല്ലാഹുവിൽ ഏൽപ്പിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ നോക്കി നടക്കല്ല. അത് നോക്കി നടന്നാൽ പിന്നെ അത് നോക്കാനേ ഒഴിവുണ്ടാവും. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. തവക്കുൽ, തഫാഉൽ, ശുഭലക്ഷണം ഉണ്ടാവുക, അല്ലാഹുവിൽ തവക്കുലാക്കുക. 2-ാമത്തെ കാര്യം, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, മൻ റദ്ദതുഹു തുയിറതുഹു അൻ ഹാജതിഹി ഫഖദ് അശ്റക. ഒരാളൊരു ആവശ്യത്തിന് പോവുകയാണ്, അപ്പൊ ഇങ്ങനെ പക്ഷി ലക്ഷണം നോക്കിയിട്ട് പിന്നെ പോയില്ല, പോണ്ടാന്ന് വെച്ചു. ലക്ഷണം നോക്കിയിട്ട് ഇറങ്ങിയപ്പോ തന്നെ ഒരു കുറ്റിച്ചൂല് അല്ലെങ്കിൽ ഒരു കാലിക്കുടം എന്തെങ്കിലുമൊക്കെ കണ്ട് പിന്നാക്കം പോന്നാൽ, ഈ കറുത്ത പൂച്ച കണ്ട് പിന്നാക്കം പോന്നാല് ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു. അപ്പൊ ചോദിച്ചു സഹാബികൾ, ഒമാ കഫാറത്തു ദാലിക, നബി ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഇതിന്റെ കഫാറത്ത്? അപ്പൊ നബി ഇങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക ലാ ഇലാഹ ഗൈറുക. ഈ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പ്രാർത്ഥന, അല്ലാഹുമ്മ പിന്നെ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അസില്ല ഔ ഉസല്ല. ഇതാണ് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, ഒരു പ്രശ്നമുണ്ടായില്ല. പടച്ചോനെ, നിന്നെ ഞാൻ തവക്കുലാക്കി. ഇനി ഞാൻ ആക്രമിക്കുന്നതും ഞാൻ ആക്രമിക്കപ്പെടുന്നതും ഞാൻ വഴിവെച്ചു പോകുന്നതും ഞാൻ പിഴപ്പിക്കപ്പെടുന്നതും അങ്ങനെ പറഞ്ഞിട്ട് പടച്ചോനെ ഒക്കെ നിന്നെ തവക്കുലാക്കി. ഇനി എനിക്കൊന്നും സംഭവിക്കരുത്. പടച്ചോനെ ഏൽപ്പിച്ചിറങ്ങിയ പിന്നെന്ത് കുറ്റിച്ചൂല, പിന്നെന്ത് കാലിക്കുടം, പിന്നെ എന്തോ ചെയ്താലും പ്രശ്നമില്ല. അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാ ഖൈറ ഇല്ലാ ഖൈറുക, അല്ലാഹുവേ നീ നിശ്ചയിച്ച ഖൈറല്ലാതെ മറ്റൊരു ഖൈറുമില്ല. വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, നിന്റെ പക്ഷിയല്ലാതെ വേറെ പക്ഷികളുമില്ല. ലാ ഇലാഹ ഗൈറുക, മറ്റൊരു ഇലാഹുമില്ല. പ്രാർത്ഥനയാണ് പഠിപ്പിച്ചത്. വേറെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത. ഒരു വഴിക്കിറങ്ങുമ്പോ എന്തെങ്കിലും നിലക്കൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലൊരു പ്രശ്നം തോന്നി, ഇറങ്ങിയപ്പോഴാണ് കുറ്റിച്ചൂലാന് അവിടെ ഒച്ചുണ്ടാക്കിയത്. അത് അതിന്റെ വഴിക്ക് നമ്മൾ വയ്ക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പൂച്ച വണ്ടി, അപ്പൊ നമുക്ക് ഒരു ഇഷ്കാൽ, ഒരു വസ്വാസ് വന്നാൽ തന്നെ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, അല്ലാഹുവേ നന്മകളൊക്കെ നീയാണ് കൊണ്ടുവരുന്നത്. വലാ തഅതി ബിസ്സയ്യിആതി ഇല്ലാ അൻത, തിന്മകളൊക്കെ കൊണ്ടുവരുന്നത് നീയാണ്. അതുകൊണ്ട് ഒരു പേടി അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്നെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇറങ്ങിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ജാതി വിശ്വാസങ്ങളും അത് മനസ്സൊന്നൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ജീവിക്കാൻ എന്തൊരു സുഖമായിരിക്കും നിങ്ങൾ. ഈ വേണ്ടാത്ത വിശ്വാസങ്ങൾ ഇങ്ങനെ മനസ്സിൽ തെറ്റിയാൽ നമ്മളും മുശ്രിക്കുകളും തമ്മിൽ എന്താണ് പിന്നെ വ്യത്യാസം? ശിർക്കല്ലേ, തനി ശിർക്കല്ലേ. അതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങൾ വരുമ്പോ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം, പടച്ചോനെ ഏൽപ്പിക്കണം. പടച്ചോനെ പറ്റി എപ്പോഴും നല്ലത് വിചാരിക്കുക. എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ മശീഅത്തിൽ അല്ലാഹു തആല രേഖപ്പെടുത്തിയാന്ന് വിശ്വസിച്ചാൽ അൽ മുഅ്മിനുൽ ഖവി, ഏറ്റവും ശക്തിയുള്ള മുഅ്മിനായ പോരാ, ശക്തിയുള്ള ആരോഗ്യമുള്ള ഒരു മുഅ്മിനായി ജീവിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കേന്ദ്ര പള്ളി നിർമ്മാണ ഫണ്ടിലേക്കുള്ള സംഭാവന ഇന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എല്ലാവരും കാര്യമായി സഹകരിക്കുക. പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി കയറ്റാനും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഉള്ള ഒരു ഫണ്ടാണ് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതിന്റെ ബാക്കിയാണ്. അതായത് ഖുർആനിൽ പറഞ്ഞ നഹ്സ് എന്നൊരു വാക്കുണ്ട്. അങ്ങനെ ചില ഉസ്താദന്മാരൊക്കെ വരും,
ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ നശിപ്പിച്ചപ്പോൾ ഖുർആനിൽ 2 സ്ഥലത്ത് ഫീ അയ്യാമിൻ നഹ്സാത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നഹ്സുള്ള ദിവസങ്ങൾ, അതുപോലെ ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ 2 നഹ്സും പറഞ്ഞത് അതൊരു ആപേക്ഷികമായ പ്രയോഗം മാത്രമാണ്. ആർക്കാണോ അശുഭമായി ഒരു ദിവസം സംഭവിച്ചതെങ്കിൽ അവന് മാത്രമുള്ള നഹ്സാണ്. അന്നത്തെ നഹ്സ് ഉണ്ടായത് ആർക്കാണ്? യഥാർത്ഥത്തിൽ കാഫിരീങ്ങൾക്കാണ്. അതുകൊണ്ട് തഫ്സീറിലൊക്കെ കാണാം ആ യൗമു നഹ്സ് എന്നത് യൗമു നഹ്സുൻ അലൽ കാഫിരീൻ, അത് കുഫാറുകൾക്ക് ഉണ്ടായത്. കാരണം അവരന്ന് നശിച്ചുപോയി. എന്നാൽ വയൗമുൻ മുബാറക്കുൻ അലാ ഹൂദിൻ വഅത്ബാഇഹി, അന്ന് ഹൂദ് നബിക്കും അതുപോലെ ഹൂദ് നബിയുടെ അനുയായികൾക്കും അന്നുണ്ടായത് ബർക്കത്തുള്ള ദിവസമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസിയുടെ എല്ലാ ദിവസവും, തിങ്കളും ചൊവ്വയും ബുധനും ഒടുക്കത്തെ ബുധനും മുഹറം 10 വരെ എല്ലാ ദിവസങ്ങളും അത് ബർക്കത്തുള്ള ദിവസങ്ങളാണ്. ആ ദിവസത്തെ ബർക്കത്തുള്ളതാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.